എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് റബ്ബർ കർഷകർക്ക് ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുരുമുളകിൻ്റെയും ഡിമാൻഡ് ഉയർന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കാലാവസ്ഥാ വ്യതിയാനം ഉൽപ്പാദനം ഇടിച്ചതോടുകൂടി കേരളത്തിലെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കുതിക്കുകയാണ്. റബ്ബർ വില കിലോയ്ക്ക് 200 രൂപ കടന്നപ്പോൾ കുരുമുളകിന് കിലോയ്ക്ക് 23 രൂപ വർദ്ധിക്കുകയുണ്ടായി. RSS 4-ന് റബ്ബർ ബോർഡ് വില 202 രൂപയിലെത്തി. അന്താരാഷ്ട്ര വില 207 രൂപയാണ്. നേരത്തെ 30-40 രൂപയുടെ വ്യത്യാസം ആഭ്യന്തര അന്താരാഷ്ട്ര വിലകൾ തമ്മിൽ ഉണ്ടായിരുന്നു. നടപ്പുവാരം ആഭ്യന്തര വില രാജ്യാന്തര വിപണിയേക്കാൾ കൂടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റബ്ബർ ബോർഡിന് വില 1 കിലോ റബ്ബറിന് 202 രൂപയിലധികമാണെങ്കിലും നിലവാരമില്ലെന്ന് ആരോപിച്ച് അതിലും താഴ്ത്തിയാണ് വിൽപ്പനക്കാർ ചരക്കെടുത്തിരുന്നത്. ബോർഡ് വ്യാപാരികൾ തമ്മിലുള്ള വിലകൾ തമ്മിലുള്ള അന്തരം 5 രൂപയിൽ നിന്നും 8 രൂപയായി ഉയർന്നതിൻ്റെ ഗുണം വൻകിടക്കാർക്ക് ലഭിക്കുന്നതാണ്. കിലോയ്ക്ക് 200 രൂപ കിട്ടാതെ ചരക്ക് വിൽക്കരുതെന്ന സംഘങ്ങളുടെ നിലപാടാണ് ലഭ്യത കുറയ്ക്കുന്നത്. വ്യാപാര വിലയിലും 10 രൂപ കൂട്ടി ഷീറ്റ് ഒട്ടുപാലി വാങ്ങാൻ സംഘങ്ങൾ എത്തിയതോടുകൂടി നിരക്ക് ഉയർത്തുവാൻ വ്യാപാരികൾ നിർബന്ധിതരാണ്. രാജ്യാന്തര വില നോക്കുമ്പോൾ ചൈനയിൽ $205, ടോക്കിയോ $198, ബാങ്കോക്ക് $205 എന്നിങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ഉപഭോഗ വർധനയുടെ കരുത്തിൽ കുരുമുളകിൻ്റെ വിലയും വർദ്ധിക്കുകയാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും വിളവെടുപ്പ് നീണ്ടതോടെ ഹൈറേഞ്ച് കുരുമുളകിന് ഡിമാൻഡായി. ശ്രീലങ്ക, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്ന് 2500 ടൺ കുരുമുളക് ഇന്ത്യയിൽ എത്തുകയുണ്ടായി. സത്തു നിർമ്മാതാക്കളും മൂല്യവർദ്ധിത ഉൽപ്പന്നമായി കയറ്റുമതി ചെയ്യാൻ ലൈസൻസ് ഉള്ള ഏജൻസികളുമാണ് ഇറക്കുമതി കുരുമുളക് വാങ്ങിയിട്ടുള്ളത്. ഇറക്കുമതിയുടെ പേരിലുള്ള കള്ളക്കളി കണ്ടെത്താൻ ഒരു ശ്രമവും കേന്ദ്ര ഏജൻസികൾ നടത്തുന്നില്ല എന്ന് കർഷകർ ആരോപിക്കുകയാണ്. ഒരു ടണ്ണിന് $8250 നിരക്കിലാണ് ഇന്ത്യ കയറ്റുമതി നടത്തുന്നത്. ശ്രീലങ്ക $7400, വിയറ്റ്നാം $7375, ബ്രസീൽ $7300, ഇന്തോനേഷ്യ $8000 എന്നിങ്ങനെയാണ് കുരുമുളക് കയറ്റുമതി നിരക്കുന്നത്. എന്തായാലും കുരുമുളക് കർഷകർക്കും റബ്ബർ കർഷകർക്കും ആശ്വസിക്കാൻ വകയുണ്ട്. എന്തായാലും ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.